സുഹൃത്തുക്കൾക്കൊപ്പമുള്ള അത്താഴ രാത്രികൾ എപ്പോഴും അവസ്മരണീയങ്ങളാണല്ലേ. നല്ല സൗഹൃദങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ ഭക്ഷണമേശയോളം പോകുന്നയിടം ഇല്ലെന്ന് തന്നെ പറയാം. ലണ്ടൻ നഗരം തിരക്കിൽ നിന്നൊഴിഞ്ഞ് വിശ്രമത്തിലേക്ക് വഴുതി വീരാനൊരുങ്ങുന്ന ഒരു രാത്രിയിൽ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം ഒരുമിച്ച് അത്താഴം കഴിക്കാൻ പോയ കഥയാണ് ചിപ്പി സോൾഫുൾ സ്റ്റോറീസിൽ ഇന്ന്. ഹോണസ് റെസ്റ്റോറൻറ്റ് ലണ്ടനിലെ പ്രസിദ്ധമായ ഭക്ഷണശാലയാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. നല്ല ഭക്ഷണത്തിനായി ഇത്ര നേരം വെയിറ്റ് ചെയ്താൽ എന്താ കുഴപ്പം അല്ലേ? തിരക്ക് അല്പം ഒന്ന് ഒഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കായുള്ള കസേരകളിൽ ഞങ്ങൾ സ്ഥാനം പിടിച്ചു. ബർഗറാണ് ഇവിടത്തെയും പ്രധാന വിഭവം. സുഹൃത്തുക്കൾ എല്ലാം അവരവർക്ക് ഇഷ്ടമുള്ള മെനു ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവരവർക്ക് ഇഷ്ടമുള്ള ബർഗേഴ്സ് ഓർഡർ ചെയ്തു. ബർഗേഴ്സിനോടൊപ്പം തന്നെ പ്രധാനിയായ മറ്റ് 2 വിഭവങ്ങളാണ് ഹോംമെയ്ഡ് ഓണിയൻ റിങ്സും ബഫലോ ചിക്കൻ വിങ്സും. ഓർഡർ ചെയ്ത ഡ്രിങ്ക്സുമായി പുഞ്ചിരിച്ച മുഖത്തോടുകൂടി ഒരു ചേച്ചി ഞങ്ങളെ സമീപിച്ചു. ഞാൻ ഓർഡർ ചെയ്തത് ആപ്പിൾ ജ്യൂസ് ആണ് കേട്ടോ. ഇനിയാണ് മെയിൻ കോഴ്സിന് വേണ്ടിയുള്ള വെയിറ്റിംഗ്. ഞാൻ ഓർഡർ ചെയ്തത് പെസ്റ്റോ ചിക്കൻ ബർഗറായിരുന്നു. ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആ ബർഗറിന് വേണ്ടിയുള്ള ആകാംക്ഷയോടെയുള്ള വെയിറ്റിംഗ്. ഞാൻ ഒഴിച്ച് ബാക്കിയുള്ളവർ ഇവിടുത്തെ നിത്യ സന്ദർശകരാണ് കേട്ടോ. ഞാൻ മാത്രമാണ് ഇവിടെ പുതുമുഖം. ഡ്രിങ്ക്സ് സ്പോൺസർ ചെയ്തത് ചെറിയാണ് കേട്ടോ. കഥയുടെ അവസാനം എല്ലാവരെയും പരിചയപ്പെടുത്താൻ കേട്ടോ. അങ്ങനെ കാത്തിരുന്ന ഒനിയൻ ഡ്രിങ്ക്സ് വന്നു, ഒപ്പം നമ്മുടെ ബർഗറും. ഒടുവിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആളെത്തി. ഇതാണ് ചാർലറ്റ്. ചാർലറ്റ് വന്ന് സീറ്റിൽ സ്ഥലം പിടിച്ചു. നേരത്തെ തന്നെ ചാർലറ്റിന് വേണ്ടിയുള്ള ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓർഡർ ചെയ്തത് പെസ്തോ ചിക്കൻ ബർഗറായിരുന്നു. എന്താണ് ഈ പെസ്തോ? എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറ്റലിക്കാരിയായ നമ്മുടെ ചെറിയ സത്യം വെളിപ്പെടുത്തി. അതൊരു ഇറ്റാലിയൻ ട്രഡീഷണൽ സോസാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. നടന്നു പോകുന്ന വഴിക്ക് ചാർലറ്റ് ആ സത്യം പറഞ്ഞു. അവൾക്കൊന്നും ആയിട്ടില്ല, വിശപ്പ് അവളെ പിന്നെയും പിന്നെയും വിളിക്കുന്നു എന്നുള്ള സത്യം. അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് അടുത്തുള്ളൊരു മാക്ഡൊണാൾഡ്സ് ഉണ്ട്. ചാർലറ്റ് നേരെ അങ്ങോട്ടേക്ക് കയറി. ശീതക്കാറ്റ് വീശിയടിക്കുന്ന ലണ്ടൻ നഗരത്തിലെ തെരുവിൽ ഞങ്ങൾ അവൾക്കായി കാത്തു വെളിയിൽ നിന്നു. കാത്തുനിൽപ്പിൻ്റെ വിരസത അകറ്റാൻ കുറേ വിശേഷങ്ങളും പറഞ്ഞു. ഭക്ഷണവുമായി വന്ന ചാർലറ്റിനൊപ്പം അവിടെ നിന്ന് കിങ്സ് ക്രോസ് അണ്ടർഗ്രൗണ്ടിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ നടപ്പ് തുടർന്ന്. അങ്ങനെ ഒടുക്കം ഞങ്ങൾ ട്രെയിനിൽ കയറി. ഇനിയും ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്താം. ഇതാണ് ചാർലറ്റ്. നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ചാർലറ്റിനെ പരിചയമായെന്ന് എനിക്ക് തന്നെ അറിയാം. ഇതാണ് മോൾ. അടുത്ത് കാണുന്നതാണ് കെൻസ. ഈ വരുന്ന ആളാണ് ഇൻകോ. അടുത്തതാണ് ഹണി. ഈ ഇരിക്കുന്ന ആളാണ് ലില്ലി. നമ്മളുടെ ഒടുവിൽ കാണിക്കുന്ന ആളാണ് നമ്മുടെ സ്വന്തം ടെറി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും പരിചയമായല്ലോ അല്ലേ? ഇതൊരു കൊച്ചു ബ്ലോഗാണ്. സുഹൃത്തുക്കൾക്കൊപ്പം അത്താഴം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയ നല്ല കുറേ നിമിഷങ്ങൾ കൂട്ടിയിണക്കിയ ഒരു കൊച്ചു വീഡിയോ. കൂടുതൽ വിശേഷങ്ങളും ഹൃദയഹാരിയായ അടുത്ത സോൾഫുൾ സ്റ്റോറിയുമായി വരുന്നത് വരേക്ക് എല്ലാവർക്കും ബൈ ബൈ.